ബുദ്ധിയുള്ള കുട്ടികളെല്ലാം എക്സാം പാസ്സാവുക, എഫേർട്ട് എടുക്കുന്ന കുട്ടികളാണ് എക്സാം പാസ്സാവുക. എന്തെങ്കിലും സംശയം ഉണ്ടാവും? ഒരു സംശയം വേണ്ട. എഫേർട്ട് എടുക്കുന്ന കുട്ടികളാണ് എക്സാം പാസ്സാവുക. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബുദ്ധിയുള്ള കഴിവുള്ള കുട്ടികൾ പേടിച്ചിടത്തേ മാറിയിട്ടുണ്ട്. ഐ തിങ്ക് യു നീഡ് എ മൈക്ക്. സത്യത്തില് നമ്മളുടെ കുട്ടികളുടെ റിസൾട്ട് ഒരുപാട് നിത്യാധാരണകൾ പൊളിച്ചെറിയാം. എനിക്ക് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ബുദ്ധിയുള്ള ആൾക്കാരാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത്, എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ്. സോ ഐ always used to say that the hard work will never be unrewarded. നമ്മൾ എപ്പോഴാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിന്റെ റിവാർഡ് എന്തായാലും കിട്ടിയിരിക്കും. വെരി അപ്പ് ആൻഡ് ഡൗൺ, ഒന്നോ രണ്ടോ ഫെയിലിയർ ഉണ്ടാവും, ഒന്നോ രണ്ടോ സെറ്റ്ബാക്സ് ഉണ്ടാവാം. ഈ സെറ്റ്ബാക്ക് തന്നിട്ട് എന്ത് ചെയ്യും, ഒരു ദിവസം സക്സസിലേക്ക് എത്തിത്തീരുകയും ചെയ്യും. വി ഹാവ് ടു ലീവ് അവർ ഫുഡ് ട്രിപ്സ് ഹിയർ. നമ്മളുടെ നാട്പാടുകൾ എന്ത് ചെയ്യണം, ഇവിടെ പതിപ്പിച്ചിട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, എഫേർട്ട് എടുക്കണം. സെറ്റ്ബാക്സ് ഉണ്ടായിരിക്കാം, ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കാം. എന്ത് ഫെയിലിയേഴ്സ് സെറ്റ്ബാക്സ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫ്ലൈ ആഫ്റ്റർ the happiness when the time we getting the result. സത്യത്തിൽ ഞാൻ എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, we have to have that driving force inside the heart. നമ്മൾ എപ്പോഴും തളരുമ്പോഴും നമ്മൾ എന്താ പറയുക പഠിച്ച് ബോധം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണ്, ദാറ്റ് പോയിന്റ്. എപ്പോ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മളുടെ പാസ്വേഡും നമ്മുടെ ID കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ സ്ഥാനം കോപ്പി ചെയ്യണ്ടല്ലേ, that successful point. Yes, that should be our driving force. അത് തന്നെയാണ് ഓരോ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്, ദാറ്റ് മൊമെന്റ്. അതേപോലെ റിസൾട്ട് കിട്ടിയ മൊമെന്റ്, അതേപോലെ യു മേക്കിംഗ് ദ ഫസ്റ്റ് കോൾ അല്ലെ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാർക്ക് നിങ്ങൾ വിളിക്കുന്നുണ്ടാവും, ദാറ്റ് ഐ പാസ്ഡ്. ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് പ്രോഗ്രസ്. അത് പറയാൻ കഴിയില്ല, വാക്കുകളില്ല, ബിയോണ്ട് ദ വേർഡ്സ്.